we are different from the Hindus in every possible aspect of life. Our religion is different. Our customs are different. Our traditions are different. Our thoughts are different. Our ambitions are different. That was the foundation of the two-nation theory that was laid there. That we are two nations. We are not one nation. So because of that, our forefathers, they struggled, mounted that incessant struggle to create this country. Our forefathers, they have sacrificed immensely, and we have sacrificed a lot for the creation of this country. And we know how to defend it. My dear brothers and sisters and sons and daughters, please don't forget the story of Pakistan. And don't forget to narrate the story of Pakistan to your next generation, so that their bond with Pakistan, it never weakens. Whether it is the third generation or the fourth generation or the fifth generation, they know that what Pakistan is for them. നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതിനൊക്കെ പിറകിൽ റെസിസ്റ്റൻസ് ഫ്രണ്ടോ ലഷ്കർ ഇ തയ്ബയോ അല്ല, പകരം പാകിസ്ഥാൻ സൈനിക മേധാവി തന്നെയാണ്. ഇന്ത്യക്ക് നേരെ ഹിന്ദുക്കളുടെ കശാപ്പിന് വേണ്ടിയിട്ടുള്ള പദ്ധതി നേരത്തെ തന്നെ അണിയറയിൽ പാകിസ്ഥാൻ സൈനിക മേധാവിയായ അസിം മുനീർ കടുത്ത ഇന്ത്യ വിരോധത്തിൻ്റെ പേരിൽ മനസ്സിൽ കണക്ക് കൂട്ടി കൃത്യമായ പ്ലാൻ ഓഫ് ആക്ഷനിൽ നടപ്പിലാക്കിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ കഴുത്തിലെ നാഡി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഈ ഭീകരാക്രമണം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 7 ദിവസങ്ങൾക്ക് മുൻപ് അസിം മുനീറിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, ഒരു പ്രസംഗമുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഹിന്ദുക്കളിൽ നിന്നും വളരെ വ്യത്യസ്തരാണ്. ഇന്ത്യയും പാകിസ്ഥാനും എന്ന് പറയുന്നത് രണ്ടാണ്. നമ്മുടെ മതം, ആചാരങ്ങൾ, സംസ്കാരം തുടങ്ങിയെല്ലാം തന്നെ വ്യത്യസ്തമാണ്. ഇതാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിൻ്റെ അടിത്തറ. പാകിസ്ഥാനി പ്രവാസികളുടെ സമ്മേളന വേദിയിൽ വെച്ച് പാകിസ്ഥാൻ സൈനിക മേധാവിയായ അസിം മുനീർ വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ്. ഈ ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിലൂടെ ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലുള്ള പക ഊട്ടിയുറപ്പിക്കാൻ, വർഗീയത ആളിക്കത്തിക്കാൻ, ഭീകരാക്രമണങ്ങളെ എണ്ണയിട്ട് കൊടുക്കാൻ പാകിസ്ഥാൻ ആർമി ചീഫ് നടത്തിയ സമീപകാല പരാമർശങ്ങൾ പഹൽഗാം ഭീകരാക്രമണത്തിന് നേരിട്ടുള്ളൊരു പ്രകോപനം തന്നെയാണിതെന്നാണ് മുൻ പെൻറ്റഗൺ ഉദ്യോഗസ്ഥൻ പോലും പറഞ്ഞിരിക്കുന്നത്. മുനീറിൻ്റെ പരാമർശത്തിന് 7 ദിവസങ്ങൾക്കിപ്പുറം ഒരു ഭീകരാക്രമണം സംഭവിച്ചിരിക്കുന്നു, അതും കശ്മീരിൽ തന്നെ. ഇന്ത്യൻ അധിനിവേശത്തിനെതിരായ വീരോചിതമായ പോരാട്ടത്തിൽ ഞങ്ങളുടെ കശ്മീരി സഹോദരങ്ങളെ ഞങ്ങൾ ഉപേക്ഷിക്കില്ലെന്നും ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള പാർലമെന്ററി കമ്മിറ്റിയുടെ യോഗത്തിൽ വെച്ച് അസിം മുനീർ ഇന്ത്യക്കെതിരായിട്ടുള്ള ആന്റി ഇന്ത്യൻ, ആന്റി ഹിന്ദു വിദ്വേഷം പ്രചരിപ്പിച്ചതായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മുനീറിൻ്റെ ഈ വിവാദ പരാമർശത്തിന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. ഒരു വിദേശ രാജ്യത്തിന് എങ്ങനെയാണ് കഴുത്തിലെ രക്തക്കുഴലായി മാറാൻ കഴിയുന്നത്? ഇത് ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശമാണ്. പാകിസ്ഥാനുമായിട്ടുള്ള അതിൻ്റെ ഏക ബന്ധം ആ രാജ്യം നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയ ചില പ്രദേശങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണെന്നും വിദേശകാര്യ മന്ത്രാലയം ചുട്ട മറുപടി അന്നേ നൽകിയിരുന്നു. രാജ്യത്താകമാനം ഇപ്പോൾ അതിഭീകരമായി രോഷം അണപൊട്ടി ഒഴുകുകയാണ്. ഈ ആക്രമണത്തിൽ 25-ലധികം വിനോദസഞ്ചാരികളുടെ ജീവൻ നഷ്ടപ്പെട്ടത്, പുൽവാമ ആക്രമണത്തിന് ശേഷം രാജ്യത്തെ മുഴുവൻ പിടിച്ചുകുലുക്കിയ രണ്ടാമത്തെ വലിയ ഭീകരാക്രമണമായി നോക്കിക്കാണേണ്ടതാണ്. ഈ ആക്രമണത്തിന് ഉത്തരവാദികളായിട്ടുള്ള ഭീകരരെയും ഈ ആക്രമണം ആസൂത്രണം ചെയ്തവരെയും ഒക്കെ തന്നെ അടിച്ചമർത്താനും തിരിച്ചടി നൽകാനും കേന്ദ്ര സർക്കാരും സൈന്യവും സുരക്ഷാ ഏജൻസികളുമൊക്കെ വിപുലമായ തയ്യാറെടുപ്പ് നടത്തുകയാണ്. ഇതിനിടയിൽ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകര സംഘടനയായ ഹമാസിൻ്റെ ഇടപെടൽ കൂടി ഉണ്ടായിരുന്നു എന്ന നടുക്കുന്ന വിവരമാണ് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നത്. അതിന് വ്യക്തമായ കാരണവുമുണ്ട്. എന്തെന്നാൽ ഈ അടുത്തായി തന്നെ ഹമാസ് നേതാക്കൾ പാക് അധിനിവേശ കശ്മീരിലെത്തി ഭീകര സംഘടനകളുടെ യോഗത്തിൽ പങ്കെടുത്തു. അതിൻ്റെ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതുകൂടാതെ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുമായും സൈന്യവുമായും ചർച്ച നടത്തി. ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഒക്ടോബർ 7-ന് ഇസ്രയേലിൽ നടന്ന ഭീകരാക്രമണവുമായി സാമ്യമുണ്ടെന്നാണ് വിദഗ്ധരടക്കം പറയുന്നത്. ഈ ആക്രമണത്തിൻ്റെ രീതികൾ, ഒരു പ്രത്യേക വിഭാഗത്തെ നോക്കിക്കൊണ്ടുള്ള ആക്രമണം, ചിലരെ ബാക്കി നിർത്തുന്നു, ചിലരെ കൊലപ്പെടുത്തുന്നു, ഭരണാധികാരിക്ക് ഒരു സന്ദേശം കൊടുക്കുന്നു, ഭീകരർക്ക് കൃത്യമായ പരിശീലനവും ആയുധവും കിട്ടിയിരിക്കുന്നു, അന്താരാഷ്ട്ര സഹായം അടക്കം കിട്ടിയിട്ടുണ്ടെന്നാണ് സംശയിക്കുന്നത്. സുരക്ഷാ സേനകളെ ആയിരുന്നു നേരത്തെ ഭീകരർ ലക്ഷ്യം വെച്ചത്, നേരിട്ടുള്ള ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ഒളിപ്പോരാട്ടം. എന്നാൽ ഇപ്പോൾ സാധാരണ ജനങ്ങളെ, നിരായുധരായിട്ടുള്ളവരെ, വിനോദസഞ്ചാരികളെ, എന്തിനേറെ പറയുന്നു പ്രദേശവാസികളെ പോലുമല്ലാത്തവരെ ലക്ഷ്യം വയ്ക്കുന്നു. ഇങ്ങനെയുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ 26 സഞ്ചാരികളെ വെടിവെച്ച് വീഴ്ത്തി.
അതിൽ 16ഓളം പേരെ പോയിന്റ് ബ്ലാങ്കിൽ തലയ്ക്ക് നേരെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഏറ്റവും അങ്ങേയറ്റമുള്ള ക്രൂരതയായി തന്നെയാണ് ഇതിനെ നോക്കി കാണേണ്ടത്. എന്തുകൊണ്ട് ഈ രീതി തിരഞ്ഞെടുത്തു? അതും പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുന്ന രീതി അത് തീവ്രവാദികളുടേതല്ല. അതുകൊണ്ട് തന്നെ ഇതിലൂടെയുള്ള പല സംശയങ്ങളും ഇനിയും പുറത്തു വരേണ്ടതാണ്. ഒപ്പം ഹെൽമറ്റിൽ ഘടിപ്പിച്ച ക്യാമറ വഴി ഈ ദൃശ്യങ്ങളൊക്കെ ചിത്രീകരിച്ചു എന്ന് പറയുന്നു. ഇതൊന്നും തന്നെ ഭീകരവാദികളുടെ ഇതുവരെ നടത്തുന്ന ഭീകരാക്രമണങ്ങൾ നടത്തിയവരുടെ രീതികളല്ല. അതുകൊണ്ട് തന്നെയാണ് വിദേശ സഹായം സംശയിക്കുന്നതും ഹമാസിലേക്ക് പോലും എത്തിച്ചേർന്നിരിക്കുന്നത്. പാകിസ്ഥാനിലും പാകിസ്ഥാന്റെ സൈനിക തന്ത്രപ്രധാന സ്ഥലങ്ങളിലും ഇരിക്കുന്ന തീവ്രവാദി മേധാവികളെയൊക്കെ തന്നെ ഇന്ത്യ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഇന്ത്യക്കായി പല മാർഗങ്ങളുണ്ട്. നേരത്തെ തന്നെ നടന്ന പുൽവാമ ആക്രമണത്തിന് ശേഷം ഇന്ത്യ പ്രതിരോധ ശേഷി കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പാക്കിനെ ആക്രമിക്കാനും തിരിച്ചുള്ള ആക്രമണങ്ങൾക്ക് മറുപടി നൽകാനും ഇപ്പോൾ ഇന്ത്യക്ക് മുൻപെപ്പോഴുമുള്ളതിനേക്കാൾ ഏറ്റവും മികച്ച ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും സന്നാഹങ്ങളും സൈന്യവുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിമാനങ്ങളുടെ വിവരം, ആയുധങ്ങളുടെ വിവരം കൂടി ഒന്ന് പരിശോധിക്കണം. കാരണം ഇന്ത്യൻ വ്യോമസേനയിൽ തന്നെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനങ്ങളിലൊന്നാണ് റഫേൽ യുദ്ധവിമാനങ്ങൾ. റഫേലിൽ മെറ്റിയോർ, സ്കാൾപ്പ് തുടങ്ങിയ മിസൈലുകൾ സജ്ജീകരിച്ചുകൊണ്ട് അതിഭീകരമായ ആക്രമണം നൽകാൻ കഴിയും. മെറ്റിയോർ എന്ന് പറയുന്നത് എയർ ടു എയർ മിസൈലാണ്. അതിൻ്റെ പരിധി 150 കിലോമീറ്ററിലധികവും. അതിനർത്ഥം 150 കിലോമീറ്റർ അകലെ നിന്ന് ഇന്ത്യയിലേക്ക് നീങ്ങുന്ന പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളെ ലക്ഷ്യം വയ്ക്കാൻ റഫേലിന് സാധിക്കും. ഇതുപോലെ തന്നെ നമുക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ അതിനെ ചെറുത്തുനിന്ന് തോൽപ്പിക്കാൻ വ്യോമ പ്രതിരോധ സംവിധാനവുമുണ്ട്. ഇന്ത്യക്ക് S-400 പോലുള്ള അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനമാണ് റഷ്യയിൽ നിന്നടക്കം സ്വന്തമാക്കിയിട്ടുള്ളത്. ഇവ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട അതിർത്തിയിൽ ഇതിനോടകം തന്നെ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിർത്തിക്കുള്ളിൽ 400 കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വ്യോമതാവളത്തിൽ നിന്നും പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ ആകാശത്തേക്ക് പറന്നുപോയാൽ അവയെ ആ നിമിഷം തന്നെ ചുട്ടുചാമ്പലാക്കാൻ, അവയെ പിന്തുടരാൻ, നശിപ്പിക്കാൻ ഒക്കെ തന്നെ സാധിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ വ്യോമസേന ഇന്ത്യക്കെതിരെ തിരിച്ചടിച്ചാൽ അവർക്ക് തന്നെയായിരിക്കും കനത്ത നഷ്ടമുണ്ടാകുന്നത്. ഏകദേശം 40,000 കോടി രൂപയ്ക്ക് 5 S-400 സ്ക്വാഡ്രണുകളാണ് ഇന്ത്യ റഷ്യ കരാറുമായി ബന്ധപ്പെട്ട് സ്വന്തമായത്. ഇപ്പോൾ ഇന്ത്യക്ക് സ്വന്തമായി 3 സ്ക്വാഡ്രണുകൾ കിട്ടിയിട്ടുണ്ട്. ഇതിനേക്കാൾ ഉപരി ഇന്ത്യയുടെ നട്ടലായ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. ബ്രഹ്മോസ് മിസൈൽ വളരെ വേഗത്തിൽ ആക്രമിക്കുമെന്നുള്ളതുകൊണ്ട് ഏതൊരു വ്യോമ പ്രതിരോധ സംവിധാനത്തിനും അതിനെ തടയാൻ വളരെ ബുദ്ധിമുട്ടാണ്. 3 ഇന്ത്യൻ സായുധ സേനകൾക്കും കരനാവിക വ്യോമസേനയ്ക്കും ബ്രഹ്മോസ് മിസൈലിൻ്റെ വ്യത്യസ്ത പതിപ്പുകളുണ്ട്, വകഭേദങ്ങളുണ്ട്, വേരിയൻസ്. സുഖോയ് 30 MK യുദ്ധവിമാനങ്ങളിൽ നിന്നും ഈ വകഭേദം സജ്ജീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 30ഓളം സുഖോയ് വിമാനങ്ങളെ കൂടുതൽ മാരക പ്രഹര ശേഷിയുള്ളതാക്കി ഇത് മാറ്റിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് അത് നിമിഷ നേരം കൊണ്ട് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും. പക്ഷേ എങ്ങനെ അടിക്കണം, എവിടെ അടിക്കണം എന്നുള്ള കാര്യത്തിലുള്ള കൃത്യമായ പ്ലാനിംഗ് അതുതന്നെയാണ് അണിയറയിൽ നടത്തുന്നത്. ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം നടക്കാനിരിക്കുകയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് പാർലമെന്റ് അനക്സിൽ വൈകുന്നേരം 6 മണിക്ക് യോഗം സംഘടിപ്പിച്ചത്. പാകിസ്ഥാനെതിരെ ഇതുവരെ കിട്ടിയ എല്ലാ തെളിവുകൾ യോഗത്തിൽ വെച്ച് ചർച്ച ചെയ്യും. അതുകൂടാതെ പല രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളോടും ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകും. അന്താരാഷ്ട്ര ഏജൻസികളുടെ സഹായം കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ മറ്റ് ഏജൻസികളുമായി ബന്ധപ്പെട്ടുള്ള വിലപിക്കൽ കാണേണ്ടി വരും. പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തുകയാണ് കേന്ദ്രം തെളിവ് ശേഖരണത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഈ ആക്രമണം നടത്തിയ ഭീകരരിൽ ഒരാൾ മുൻ പാകിസ്ഥാൻ സൈനികനാണെന്നുള്ള വിവരം അന്വേഷണ ഏജൻസികൾ നൽകിയത് തന്നെ ഏറ്റവും ബലപ്പെടുത്തുന്നതാണ്. സംഘത്തിലെ 7 ഭീകരന്മാർ ഉണ്ടെന്നാണ് വിവരം. സംഘത്തിലുണ്ടായിരുന്ന ആസിഫ് ഫൗജി എന്ന മൂസ, സുലൈമാൻ ഷാ എന്ന യൂനസ്, അബൂ തൽഹ എന്ന ആസിഫ് എന്നിവരുടെ രേഖാചിത്രങ്ങൾ ഇതിനോടകം തന്നെ സുരക്ഷാസേന പുറത്തുവിട്ടു. 2 പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള സംഘമാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയത്. അതിൽ 3 പേരെ തിരിച്ചറിഞ്ഞു. അനന്ത്നാഗ് സ്വദേശിയായ ആദിൽ ത്രാൽ സ്വദേശിയായ ആസിഫ് ഷെയ്ഖ് എന്നിവരാണ് ഈ സംഘത്തിലുണ്ടായത്. അതിൽ ആസിഫ് ഫൗജിയാണ് മുൻ പാകിസ്ഥാൻ സൈനികൻ കൂടി. കഴിഞ്ഞ വർഷം പൂജിൽ വെച്ച് വ്യോമസേനയുടെ വാഹനവ്യൂഹം ആക്രമിച്ചതും ഇയാളുടെ നേതൃത്വത്തിലായിരുന്നു. കേസിൽ ഇയാളെ പിടികിട്ടാപ്പുള്ളിയായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുത്തെങ്കിൽ പോലും ഇതിന് പിന്നിൽ ലഷ്കർ-ഇ-തയ്യിബ തന്നെയാണെന്നുള്ള നിഗമനത്തിലും അതിനെല്ലാ തരത്തിലുള്ള സഹായം നൽകിയത് പാകിസ്ഥാൻ സൈനിക മേധാവിയാണെന്നുള്ള സംശയവുമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. കിഷ്ത്വാറിൽ നിന്നും ബൈസാറിൻ വരെ ഭീകരർക്ക് യാത്ര ചെയ്യാൻ നാട്ടിലുള്ള ഏജന്റുമാരടക്കം സഹായിച്ചു എന്നുള്ള വിവരം കിട്ടുന്നുണ്ട്. അവരാരൊക്കെ എന്നുള്ളത് കണ്ടെത്താനും അന്വേഷണ ഏജൻസികൾ പരിശോധന നടത്തുന്നുണ്ട്. ഭീകരിൽ ഒരാൾ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ഉപയോഗിക്കുന്ന മാജി ഭാഷയിലാണ് സംസാരിച്ചതുപോലും. കശ്മീർ പാകിസ്ഥാന്റെ രക്തധമനിയാണെന്നുള്ള പാകിസ്ഥാൻ കരസേനാ മേധാവിയുടെ പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെ ഈ ആക്രമണം നടന്നതിനെ അതിഭീകരമായി തന്നെയാണ് ഇനി ചെറുത്തുനിന്ന് തോൽപ്പിക്കാനായി പോകുന്നത്. ന്യൂസ് ഡെസ്ക് വെളിവാർത്ത ഇൻസൈറ്റ്.